ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഏഷ്യയും ആഫ്രിക്കയും വേർതിരിക്കുന്ന ബാബൽ മന്ദബ് കടലിടുക്ക് ചെങ്കടലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കവാടമാണ്. ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 10% മറ്റ് അത്യാവശ്യ ചരക്കുകളും ഈ ചെറിയ പാതയിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോകേണ്ട കപ്പലുകൾക്ക് ഈ പാതയല്ലാതെ മറ്റൊരു എളുപ്പ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അടച്ചു പൂട്ടുക എന്നതിനർത്ഥം ലോക വ്യാപാരത്തിന്റെ നട്ടെല്ല് ഒടിക്കുക എന്നാണ്. ഹൂത്തികളുടെ ഈ നിലപാട് ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും പാശ്ചാത്യ ശക്തികളെ സമ്മർദ്ദത്തിലാക്കാനും അവർ ഈ തന്ത്രപ്രധാനമായ ഭൂപ്രകൃതിയെ ഉപയോഗിക്കുകയാണ്. ഗസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യയ്ക്കും ക്രൂരമായ സൈനിക നീക്കങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ പ്രതികരണമായാണ് ചെങ്കടലിൽ തങ്ങൾ ആക്രമണം നടത്തുന്നതെന്ന് ഹൂത്തികൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അൻസാറുള്ള പ്രസ്ഥാനത്തിന്റെ പരമോന്നത നേതാവായ സയ്യിദ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലും ഇക്കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള ആക്രമണം നിർത്തുന്നത് വരെയും ഗസയിലേക്കുള്ള ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ ഉപരോധം നീക്കുന്നത് വരെയും ഇസ്രായേലുമായി ബന്ധമുള്ളതോ ഇസ്രായേലിലേക്ക് പോകുന്നതോ ആയ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഗസയിലെ ജനത നേരിടുന്ന ദുരിതത്തിന് ലോകം പരിഹാരം കാണാത്ത പക്ഷം ചെങ്കടൽ പാത ആർക്കും സുരക്ഷിതമായിരിക്കില്ല എന്ന കർശനമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്.